മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻസ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്താണ് ഇപ്പോൾ അവരുടെ എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻസ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? അവരുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എന്താണ്? Current situation and current energy of your person. Okay. യെസ്, ഡോട്ട് ടു വാല്യൂ. തീർച്ചയായിട്ടും അവരിപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്തൊരു സമയമായിരിക്കാം. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ വാല്യൂ എന്താണ് എന്നവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാണ്ടിരിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ കേൾക്കാൻ പോലും അവർ സമയം കണ്ടെത്താത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യം ഇല്ലാതായപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ്, ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. അവരുടെ ലൈഫിന് തന്നെ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. അവർക്ക് യാതൊന്നും കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ അവർക്ക് മറ്റൊന്നും നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് പകരം വയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് അകലത്തിലേക്ക് പോയിരിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഇവരെ ചേസ് ചെയ്തിരുന്നു, എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, എപ്പോഴും ഇപ്പോൾ നോ കോൺടാക്റ്റ് ആയിരിക്കുകയോ അല്ലെങ്കിൽ സെപ്പറേഷനിലാവുകയോ ചെയ്ത സമയത്തെല്ലാം നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ്സ് എടുത്ത് അവരുമായിട്ട് കോൺടാക്റ്റിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത് ഇപ്പോൾ സഡനായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടായപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾ യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല. ഇത് ഈ വ്യക്തിയെ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ. നിങ്ങളോട് തന്നെ അവർ പലവട്ടം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളറിയാതെ, നിങ്ങൾ കേൾക്കാതെ തന്നെ അവർ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവർ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ തന്നെ അവർ നിങ്ങളോട് ആദ്യം പറയുന്നത് ഐ ആം സോറി എന്നുള്ളൊരു വേർഡ് തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. ഓക്കെ, ഇത്രയും നാളും നിങ്ങൾക്ക് മുന്നിൽ കണ്ണുകൾ അടച്ചു വെച്ചിരുന്നൊരു വ്യക്തിയായിട്ടാണ് ഇവർ പ്രസൻ്റ് ആയിരുന്നത് എങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിരിക്കുകയാണ്. അതിന് കാരണവും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു രീതിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു പാത്ത്, ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പാത്ത് തീർച്ചയായിട്ടും അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ മറ്റൊരു വഴിയിലൂടെ നിങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളിലാണ്. അവർ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവർ മറ്റ് വ്യക്തികളിലൂടെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നത് കാരണം അവർക്ക് എപ്പോഴും അവരുടെ ഡ്രീംസിൽ നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നും കാണുന്നുണ്ട്. മേ ബി അത് ഫിനാൻഷ്യൽ ട്രബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. എന്തോ ഒരു ബുദ്ധിമുട്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ കറണ്ട് എനർജിയിൽ കാണുന്നുണ്ട്. അവർ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും രോഗാവസ്ഥയായിരിക്കാം, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് യെസ്, പക്ഷേ എന്തൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. ആൻഡ് യെസ്, ഇത് റിവേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങൾക്കും ഇടയിൽ തേർഡ് പാർട്ടി ആയിട്ട് ഉണ്ടായിരുന്ന എനർജീസ് ഇപ്പോൾ വളരെയധികം ലോ ലെവലിലേക്ക് ആ ഒരു എനർജി ഡ്രെയിൻ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്.
ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ്, അതും റിവേഴ്സാണ്. അതായത് ഈ വ്യക്തി ഇത്രയും നാളും നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അവർ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള ആ ഒരു പാത്ത് അവരിപ്പോൾ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെയോ റെയിൻബോ സയൻസോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാത്തത് അവർക്ക് അത്രയും ശൂന്യത അവരിൽ എത്തിച്ചിരിക്കുകയാണ്. അവർക്ക് ഒന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫിലേക്കായിരുന്നാലും കരിയറിലേക്കായിരുന്നാലും അവരുടെ ഫാമിലിയിലേക്കായിരുന്നാലും ഒരു കാര്യത്തിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ നേരിടുന്നത്. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ. അതായത് അവർക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ്. അതായത് ഒരു വലിയ നെഗറ്റീവ് എനർജി ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ആബ്സെൻസ് തന്നെയാണ് എല്ലാത്തിനും ഒരു കാരണം എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുമായിട്ട് റിയൂണിയൻ ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. സ്പിരിച്വൽ യൂണിയൻ ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിലൊരു വിക്ടറി ഉണ്ടാവണമെന്ന് വളരെ അധികമായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ബ്ലോസമിങ് അബൻഡൻസ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സണലിലും സംഭവിക്കാൻ പോകുന്നത്. സ്പിരിച്വലി നിങ്ങൾ അവേക്കൻഡ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സൈനാണ്. ആ ഒരു പാത്തിലേക്ക് നിങ്ങൾ എത്തുന്ന നിമിഷം തന്നെ ഈ വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും ഈ വ്യക്തി ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അവർ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിക്കുന്നുണ്ട്. അവർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തോ ഒരു ചേഞ്ച് ലൈഫിൽ വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് ഇതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളോട് പറയാനുള്ള മെസ്സേജ്, നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കൂടുതലായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. സോ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുക. ഒരു കാര്യത്തിലേക്ക് മാത്രം ഓവറായിട്ട് ഫോക്കസ്ഡ് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.